അവൾ എന്താ പറഞ്ഞിട്ട് പോയേ? അവള് വലതും പറയും. പക്ഷേ ഇനി എന്ത് ഭീഷണി മുഴക്കിയാലും ഈ കഴിഞ്ഞ ഒന്നും മറക്കാൻ എനിക്ക് പറ്റില്ല മോളെ. എന്റെ മുമ്പ് വെച്ചാ അമ്മ പോലീസെ തല്ലിയത്. മോള് ജനിച്ചതിൽ പിന്നെ ഇങ്ങനെ കവളത്ത് പാടുമായി ഞാൻ നിൽക്കുന്നത് മോള് കണ്ടിട്ടുണ്ടോ? ഇനിയിപ്പം എന്ത് ചെയ്യും അച്ഛാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. അച്ഛാ, ഞാൻ അവിടെ ചെല്ലുമ്പോ എന്റെ അമ്മ എന്ന് പറയുന്നവര് അവൾക്ക് പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അടുക്കളയില്. മുമ്പൊരു ദിവസം പലഹാരത്തിന് നമ്മൾ വിഷം ചേർത്തിട്ട് ആ പലഹാരം കഴിച്ചത് നമ്മൾ തന്നെ, ഞാനും അമ്മയും. അന്ന് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ അറിയൂ. പക്ഷേ ഇനി പിഴവുകളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടത്തണം. എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഒരു തെളിവ് അവശേഷിക്കാതെ വേണം ചെയ്യാൻ. പിന്നെ എന്നെയും പോലീസ് ഇവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയി തല്ലി ചതച്ചതുകൊണ്ട് അവളെ അവിടെ അമ്മയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എന്നാലേ പോലീസ് താക്കീത് ചെയ്താ നമ്മളെ വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തെറ്റ് നമ്മൾ ചെയ്താ ജയിലിൽ കിടക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. എനിക്ക് ഈ പ്രായത്തിൽ ജയിലിൽ കിടക്കാൻ വയ്യ. അമ്മ ഇനി ഒരു കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. ഇനി എന്തൊക്കെയായാലും മോഹിനിയുടെ നേരെ വിരൽ ചൂണ്ടാൻ പറ്റില്ല. അവളെയും അവളുടെ മകളെയും കരയിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു പോണം അമ്മേ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എത്രയും പെട്ടെന്ന് അലസി പോണം. അതിനെന്താ വഴി? മോള് തന്നെ പറഞ്ഞില്ലേ അവളുടെ അമ്മ മോക്ക് പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന്. അതിൽ വിഷം കലർത്തണം. എങ്ങനെ അതിന് പറ്റുവാടാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. നമുക്കുണ്ടായ ഈ വേദനയ്ക്ക് പരിഹാരം കണ്ടേ പറ്റത്തുള്ളമേ. ഇനി എങ്ങനെയാണോ നമ്മൾ പുറത്തോട്ടിറങ്ങുന്നത്? അയലത്തുകാരെല്ലാം കണ്ടും നമ്മളെ പോലീസ് കൊണ്ടുപോകുന്നത് അത് മാത്രമാണോ? ആ വനിതാ പോലീസിന്റെ കൈ എന്ന് പറഞ്ഞാലേ നല്ല ഉരുക്ക് കയ്യാ, നല്ല തഴമ്പുള്ള കൈയായിരുന്നു. ഈ പാടിനി എത്ര ദിവസം കഴിഞ്ഞാലാടാ മാഞ്ഞു പോകുന്നത്? അതിനേക്കാളും വലിയ പാടല്ലേ അമ്മേ എന്റെ മനസ്സിലുണ്ടായിരിക്കുന്നത്. ആ മുറിവത്ര പെട്ടെന്നൊന്നും കരിഞ്ഞു പോവില്ല. ഇനി ഇവിടെ അച്ഛനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്ന സൂക്ഷിച്ചു വേണം. കാത് കൂർപ്പിച്ച് അമ്മ പിന്നാലെ ഉണ്ടാവും. അന്ന് പലഹാരത്തിലെ വിഷം കലർത്തിയ കാര്യം അമ്മ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പലഹാരം മാറ്റിക്കാണും. എന്ന് വെച്ചാ അന്ന് വിഷം കലരാത്ത പലഹാരമാണ് മഹാലക്ഷ്മി കഴിച്ചത്. എന്നിട്ട് അവളുടെ കുഞ്ഞിനെ കളയാൻ വെച്ചിരുന്ന പലഹാരം അച്ഛനും മുത്തശ്ശിയും കഴിച്ചു. അത് ശരിയാടാ പ്രതാപ, ഞാനത് നിന്നോട് പറഞ്ഞില്ലേ? നമ്മൾ ഇനി എന്തെങ്കിലും രഹസ്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു പോയിട്ട് സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ കാറിലിരുന്ന് സംസാരിക്കണം. അല്ലാതെ ഈ വീട് ഒട്ടും സുരക്ഷിതമല്ല. അവളെ തല്ലിയപ്പോൾ ഞാൻ കരുതി അവളിനി ഇങ്ങോട്ട് വരത്തില്ലെന്ന്, അവളുടെ മോളുടെ കൂടെ പോയി താമസിക്കുമെന്ന്. പക്ഷെ ഇപ്പം അവൾക്ക് നമ്മളെക്കാൾ അധികാരമാണ്. ഇനി അവള് വെറുതെ പോയി കംപ്ലൈന്റ് എഴുതി കൊടുത്താലും ആ SI വന്ന് നമ്മളെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടു പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം പരമ രഹസ്യമായിരിക്കണം. അത് ഞാൻ അങ്ങനെ ചെയ്തോളാമേ. പക്ഷേ എല്ലാം ശാന്തമായെന്ന് അവളും അവളുടെ മോളും കരുതണ്ട. മരുമകനെ നഷ്ടപ്പെട്ടല്ലോ അവൾക്ക്. അതിന്റെ ദേഷ്യ അവളും അവളുടെ മോളോട് തീർത്തോണ്ടിരിക്കുന്നത്. കണ്ണനും ലക്ഷ്മിയും വേർപിരിഞ്ഞല്ലോ. ഇനി അവളുടെ കുഞ്ഞും അവളെ വേർവിട്ട് പോണം. അത് കഴിഞ്ഞ് വെള്ളപോച്ച് കിടക്കുന്ന മകളുടെ ശരീരത്തിന് മുമ്പിൽ ഇരുന്ന് കരയുന്ന മോഹിനിയുടെ മുഖം എനിക്ക് കാണണം. അത് മാത്രമാണ് നമുക്കുണ്ടായ ഈ തിരിച്ചടിക്കുള്ള ഏക പരിഹാരം. മുത്തശ്ശി കവളത്തടിച്ചതല്ലേ ഉള്ളൂ, അല്ലാതൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല മോളെ, പക്ഷെ അവനെ ഉണ്ടല്ലോ ആ SI ഇടിച്ച് പഞ്ചറാക്കി കളഞ്ഞു. അവനെ ഇനി ഏതെങ്കിലും നാട്ടുവൈദ്യനെ കൊണ്ട് ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും.
ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് നാടൻ മുട്ട വാങ്ങിക്കാൻ മറന്നുപോയി. ചെറുതായിട്ട് വാട്ടിയ മുട്ടയിലെ കുരുമുളക് പൊടിച്ചിട്ട് കൊടുത്താൽ നെഞ്ച് കലങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നേരെ ആയിക്കോളും. എന്റെ മോളെ അതുപോലത്തെ ഇടിയായിടിച്ച്. ഓ, എന്റെ മോനായതുകൊണ്ടാ പിടിച്ചു നിന്ന്. എന്നെ അവന്റെ മുന്നിലിട്ട് തല്ലിയതാണ് അവന് സങ്കടമായതെങ്കിൽ എന്റെ സങ്കടം എത്രയായിരിക്കും മോളെ. അയ്യോ, ഞാനൊന്ന് ഇരിക്കട്ടെ എന്റെ അമ്മ.